ഇതിൽ ഒരെണ്ണം മതി തണുപ്പ് കാലത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അവൽ ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.25 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബ്രൗൺ അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളുത്ത അവൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവലാണ്. നേർത്ത അവൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് 1 കപ്പ് വെളുത്ത എള്ളാണ്. വെളുത്ത എള്ള് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു എള്ള് ആദ്യം തന്നെ ചൂടാക്കി എടുക്കാനാണ് പോകുന്നത്. എള്ള് ചെറുതായിട്ട് പൊട്ടി വരുന്നത് വരെ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ നെയ്യ് ഇടുന്ന പോർഷൻ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ബദാം ഒന്ന് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് വികസിച്ച് ഒന്ന് പൊട്ടി വരും. ആ ഒരു സമയം വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ മിക്സറിൻ്റെ ജാറിലേക്ക് ആദ്യം തന്നെ ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ജാറിൽ വെച്ചിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് മിനുസപ്പൊടി ആക്കണമെന്നില്ല, ഒരു അല്പം തരിതരിപ്പായിട്ടുള്ള പൊടിയാക്കിയെടുത്താൽ മതി. ഇനി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് നിലക്കടലയാണ്. ഇത് വറുത്ത നിലക്കടലയാണ്. പച്ചയായിട്ടുള്ള നിലക്കടല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്നതാണ്. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് മിനുസപ്പൊടി ആക്കണ്ട. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുത്തിപ്പൊടിച്ചെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് എള്ളാണ്. എള്ള് മുഴുവനായിട്ടും പൊടിച്ചെടുക്കുന്നില്ല, അതിൻ്റെ അരഭാഗം മാത്രം എടുത്തിട്ടാണ് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം നമുക്ക് പൊടിച്ചെടുക്കാം. ബാക്കിയുള്ളത് നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നിലക്കടല പൊടിച്ചെടുത്തതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ബദാമാണ് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന ബദാമിൻ്റെ ചൂട് മൊത്തത്തിൽ മാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതും ഒരല്പം തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നിലക്കടലയുടെയും അതുപോലെ തന്നെ എള്ളിൻ്റെയും കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തേങ്ങ ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് കളറ് മാറ്റിയെടുക്കൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റ് മാറ്റിയെടുക്കുക മാത്രമേ വേണ്ടൂ. ഇത് പുറത്ത് തന്നെ വെച്ച് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാം വറുത്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ആയാൽ മതി. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സെയിം പാൻ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. ഇതൊരു മീഡിയം മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊടി കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. അല്ല മധുരം കുറവാണ് വേണ്ടതെങ്കിൽ കുറച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഇതുപോലെ പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബാക്കി വെച്ചിരിക്കുന്ന എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ആദ്യം ശർക്കര പാനിയിൽ ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം മിക്സ് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചു വെച്ച അവലാണ്. ആ ഒരു അവൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കട്ടിയായിട്ട് വരും. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അവൽ നല്ല പോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കര കറക്റ്റ് പാകത്തിനാണ് ഉണ്ടാകുക. ഇനി അഥവാ ഒരുപാട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പാലൊഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പാലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തേക്കും ശർക്കര നന്നായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളപ്പറ്റൊന്നുമില്ല. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് ഒരല്പം മാറി വരുന്നത് വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയാണ്. ചുക്ക് പൊടി നമ്മളുടെ ശരീരത്തിന് നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജാതിക്കപ്പൊടിയും നമ്മളുടെ ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും അതുപോലെ തന്നെ ജാതിക്കാപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഈ ഒരു കൂട്ടിൻ്റെ ചൂടും ഒരല്പം മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറി വരാൻ വേണ്ടി നിൽക്കണ്ട. ഒരല്പം ചൂട് മാറി വരുമ്പോൾ തന്നെ നമുക്കിത് ഉരുട്ടി തുടങ്ങണം. കാരണം ഇത് നല്ല പോലെ തന്നെ ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് ഹാർഡായി വരും. പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് കയ്യിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യുള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് 32 ലഡ്ഡുവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ തണുപ്പ് കാലത്തെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.